നമസ്കാരം. ബീഹാറിലെ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തമാകാതെ ഇന്ത്യ മുന്നണി. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിച്ചതിന് ശേഷം ഇതിനെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. തോൽവി RJDയിൽ മാത്രമല്ല, ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ പാർട്ടിയുമായും കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിറ്റേന്ന് എന്താണ് ഇന്ത്യ മുന്നണിയിൽ സംഭവിക്കുന്നത്? ഈ ചർച്ചയിൽ പി ബസന്ത് മാതൃഭൂമി പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ എം ലിജു, BJPയിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു, CPIഎമ്മിൽ നിന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരും. ആദ്യം പി ബസന്തിലേക്ക്. ബസന്ത്, തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും വന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. ഈ ആഘാതം എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസും RJDയും ഒരു വിലയിരുത്തലിൽ എത്തുന്നുണ്ടോ? നേരത്തെ നമ്മൾ കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിൽ കേട്ടത് അവർ റിഗ്ഗിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ ഫ്രോഡ് ആരോപിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ആഴത്തിലുള്ള എന്തെങ്കിലും പരിശോധനയിലേക്ക് കോൺഗ്രസോ RJDയോ കടന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴുള്ള ആലോചനകൾ? അഭിലാഷ്, ഇതില് കേൾക്കാം. അഭിലാഷ്, ഇന്നിപ്പോ ഇന്ത്യ മുന്നണിയായി മത്സരിച്ച പാർട്ടികളിൽ കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ഇതൊരു വോട്ട് ചോരിയാണ്, വോട്ട് കൊള്ള എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളത്. മനോജ് ഝാ കഴിഞ്ഞ അല്പസമയം മുമ്പ് നൽകിയ ട്വീറ്റിൽ പോലും അങ്ങനെ ഒരു വോട്ട് ചോരിയെക്കുറിച്ചോ SIRലെ പ്രശ്നങ്ങളെ കുറിച്ചോ പറയുന്നില്ല. പൊതുവിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേസമയം CPIഎമ്മിൻ്റെ ഒരു പ്രസ്താവനയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ CPIഎം പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിലും SIR എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, വോട്ട് ചോരി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. മാനിപ്പുലേഷൻസ് എന്നുള്ള ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിനപ്പുറത്തേക്ക് മാറിയിട്ടുള്ള ഒരു വാചകം അവർ ഉന്നയിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസ് മാത്രമാണ് ഈ വോട്ട് ചോരി, വോട്ട് കൊള്ളയിലൂടെ BJP NDA ജയിച്ചു എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ മറ്റൊരു വിഷയമുള്ളത്, ഇന്ന് അല്പസമയം മുമ്പ് ഗുജറാത്തിലെ സൂറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ പറഞ്ഞത് തോൽവിക്ക് കാരണങ്ങൾ തേടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും നമുക്ക് സമ്മപ്പ് ചെയ്ത് പറയാൻ കഴിയുന്നത്. ഈ വൻ പരാജയത്തിന് ഒരു കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. വിദേശത്തുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി എപ്പോഴോ ഇവിടെ ഇന്ത്യയിൽ എത്തുകയും അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് ഈ തോൽവിക്ക് കാരണം, അല്ലെങ്കിൽ മാന്യമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പറയാൻ എന്താണ് പ്രശ്നം? കെ.സി. വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്ക് വേണുഗോപാലാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം വോട്ട് ചോരി എന്നുള്ള നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ഒരു പരാജയത്തിൽ രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം രാഹുൽ ഗാന്ധിയുടേതാണ്, മല്ലികാർജ്ജുന ഖാർഗെയുടേതാണ്. ഇന്ന് അവർ രണ്ടുപേരും മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ രാത്രി രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വന്നതല്ലാതെ മറ്റൊരു വിധത്തിൽ ഈ വിഷയത്തിൽ തലയുയർത്തി നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ തോൽവിയുടെ കാരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. RJD ആകട്ടെ ഇന്ന് പകൽ പുറത്തിറക്കിയ അവരുടെ ഔദ്യോഗിക എക്സ്പോസിൽ വന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് തുടർ പ്രക്രിയയാണ് എന്നുള്ളതാണ്. ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയാനുള്ള മാന്യത RJD അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ അവരും ഈ പറയുന്ന SIRനെ കുറിച്ചോ വോട്ട് ചോരിയെക്കുറിച്ചോ പറയുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു വാചകം തോൽവിക്ക് കാരണങ്ങൾ തേടുകയാണ് കോൺഗ്രസ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലും ഉരുൾപൊട്ടൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. രോഹിണി ആചാര്യ ചില കാര്യങ്ങൾ പറയുന്നു. എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് RJDക്ക് ഒരു വ്യക്തതയുണ്ടോ? RJDയെ സംബന്ധിച്ച് അവർക്ക് മുമ്പ് കിട്ടിയ വോട്ട് വിഹിതം 23% വോട്ട് ബേസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിനർത്ഥം യാദവ വോട്ടുകൾ നഷ്ടമായി കാണില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് എങ്ങനെ തോൽവി സംഭവിച്ചു എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ ജനതാദൾ കടന്നു പോകുന്നുണ്ടോ? ഇല്ല, RJDയിൽ ഒരു പ്രാഥമിക വിലയിരുത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗമോ ഒന്നും നടന്നിട്ടില്ല. ഞാനതാ പറഞ്ഞ അവർ പൊതുവിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് മാറിയിട്ട് RJDയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് പരാജയത്തിന് കാരണം എന്നുള്ളത് വന്നിട്ടില്ല. പക്ഷേ അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമാണ് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. അതായത് രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവും ഒരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അവരുടെ മറ്റ് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ തേജസ്വി യാദവിൻ്റെ ഉപദേശകൻ
സഹോദരനായി അറിയപ്പെടുന്ന ഈ സഞ്ജയ് യാദവ് അതിലൊരു ഭാഗം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് രോഹിണി ആചാര്യയുടെ ആ എക്സ്പോസ്റ്റിലെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. റമീസ് എന്ന് പറയുന്ന തേജസ്വി യാദവിൻ്റെ ഒരു സുഹൃത്ത്, ക്രിക്കറ്റ് കളി സുഹൃത്താണ്. അദ്ദേഹം UP സ്വദേശിയാണ്. നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സഞ്ജയ് യാദവും റമീസും പറഞ്ഞ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തി പോകുന്നത് എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ എടുക്കുന്നത്. രോഹിണി ആചാര്യയാണ് ലാലുവിന് വേണ്ടി കിഡ്നി സംഭാവന ചെയ്ത ഒരു മകൾ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ വലിയ ബന്ധങ്ങൾ ഉള്ള ഒരാളാണ് ഇപ്പോൾ കുടുംബത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നെ ഒരു പരസ്യമായ പ്രതികരണം നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത്. RJDയുടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിലെ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിലപാട് പറയേണ്ടതുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇന്ത്യ സഖ്യത്തിൽ ആകെ കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ വോട്ട് ചോരി എന്നൊരു ആരോപണം പറയുന്നത്. CPIയുടെ ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പുകളൊന്നും വന്നിട്ടില്ല ഇക്കാര്യത്തിൽ. CPIക്ക് ഒരു സീറ്റും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. CPM ഒരു സീറ്റിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPI-ML മാത്രമാണ് പിന്നീട് ഈ പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞില്ല, പക്ഷേ ഈ പിന്നെ SIRലെ ആ ഒരു പിന്നെ SIRൻ്റെ ആദ്യ പട്ടികയും അത് കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൊരു വാചകവും തമ്മിൽ എടുത്തു വെച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞത് 3 ലക്ഷം വോട്ടുകളുടെ ഒരു വ്യത്യാസമുണ്ട് എന്ന് പിന്നെ ദിബാങ്കർ ഭട്ടാചാര്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം വരെയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരല്ല, വോട്ട് അവകാശമുള്ളവർ എന്നുള്ളത് ആ വ്യത്യാസമാണ്. അതായത് വോട്ട് ചെയ്തവരും വോട്ട് അവകാശമുള്ളവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് വോട്ട് അവകാശമുള്ള ആൾക്കാർ SIRൻ്റെ അന്തിമ ദിവസം വന്നത് 7.42 കോടിയാണ്. അത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് വരെ നിങ്ങൾക്ക് വോട്ട് ചേർക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു കണക്കാണ് പിന്നീട് വന്ന 7.45 കോടി. അതായത് വോട്ട് അവകാശമുള്ള പട്ടികയിലുള്ളവർ, വോട്ട് ചെയ്തവരല്ല. രണ്ടും രണ്ടാണ്. അപ്പോൾ ആ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇതിലൊരു വോട്ട് ചോരി എന്നുള്ള, അല്ലെങ്കിൽ ഇത്ര വ്യാപകമായ വോട്ട് കൊള്ള നടന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. പക്ഷേ RJDയുടെ ഭാഗത്ത് മറ്റൊന്ന് കാണേണ്ടത്, നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് യാദവ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് യാദവ് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കണ്ടാൽ മനസ്സിലാവുക. അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ ഒപ്പം ചേർക്കാൻ RJDക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പോലും ഞങ്ങളൊരു വോട്ട് ബാങ്കായിട്ട് നിൽക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പിന്നെ AMIMൻ്റെ കൂടെ പോകുന്നു എന്ന് പറയും. ആ വോട്ടിൻ്റെ AMMൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച ലീഡ് നിങ്ങൾ പരിശോധിക്കണം. 20,000-ന് പുറത്താണ് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടല്ല മുസ്ലിം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് RJDയും കോൺഗ്രസും മനസ്സിലാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ജാതിയെ മാത്രം വെച്ചുകൊണ്ട് ബീഹാർ പോലൊരു വലിയ സംസ്ഥാനത്ത് ജയിക്കാമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് RJDക്ക് പിഴച്ചത്. യെസ്, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ബീഹാറിൻ്റെ ഫലം വന്ന് ഇന്ന് നമ്മൾ ഈ വിശകലനങ്ങളിലേക്ക് കടക്കുമ്പോൾ സംഭവിച്ചത് എന്ത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വ്യക്തത വരുന്നുണ്ട്. 2010 ശേഷമുള്ള ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഏതാണ്ട് 90% BJPയുടെയും JDUവിൻ്റെയും സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് ഇനി കുറെ പഴിചാരൽ നടത്തുക എന്നുള്ളതിനേക്കാൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നതാകില്ലേ ഉചിതം? എവിടെയാണ് തന്ത്രം പാളിപ്പോകുന്നത്? ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? അത് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഒരു കൊഹഷൻ, ഒരു മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ടോ? സഖ്യകക്ഷികളെ കൂടെ നിർത്താനും അവരോടൊപ്പം നിന്ന് ജയിക്കാനും കഴിയുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഒരു പരിശോധന നടത്തണോ, അതോ ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകണോ? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 25-30% വോട്ടാണ് BJPക്ക്, JDUവിന്, RJDക്ക് കഴിഞ്ഞൊരു 25 കൊല്ലമായിട്ട്. ഇവരെങ്ങനെ ജോയിൻ ചെയ്യുന്നോ അതനുസരിച്ചിട്ടാണ് ലാൻഡ് സ്ലൈഡ് വിക്ടറി. അതായത് BJPയും JDUവും കൂടെ ചേർന്നിട്ടുള്ള 2010 പറ്റി നിങ്ങൾ പറഞ്ഞു. 2015 സ്ഥിതി മാറിയില്ലേ? അവിടെ എന്തൊരു വെച്ചാൽ RJDയും JDUവും കൂടെ ചേരുമ്പോൾ ഏകദേശം അതേമാതിരി തന്നെയുള്ളൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി വരുന്നു. പിന്നെ വീണ്ടും മറിച്ച് വരുന്നു. ഇവർ നമ്മുടെ പാസ്വാൻ കൂട്ടരും ഇവരെ കാല് വാരുമ്പോൾ ഏകദേശം ഈക്വലായിട്ട് വരുന്നു, രണ്ടുപേരും 50-50 ആയിട്ട് വരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ജാതി സമവാക്യങ്ങളുടെ ചിത്രം. ഇനി അടുത്ത കാര്യം കോൺഗ്രസിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ചോദ്യം അഭിലാഷ്. ആദ്യം തന്നെ കോൺഗ്രസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ബീഹാറിനെ. അത് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐ വിൽ ടെൽ യു വൈ. എന്താണെന്ന് വെച്ചാൽ 1990 ഞാൻ എല്ലാം ഓർമ്മ വെച്ച് പറയണം, മനസ്സിലല്ലേ? വെൻ സത്യേന്ദ്ര നാരായൺ സിൻഹ വാസ് ദ ലാസ്റ്റ് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ. അന്ന് മനസ്സിലായില്ലേ, കോൺഗ്രസ് വെറും സവർണ വോട്ട്, അതിൻ്റെ പേര് ബ്രാഹ്മൺ ഹരിജൻ ആദിവാസി വോട്ട് എന്നാണ്.
അതിൽ ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ ഭൂമിഹാറും പെടും, മറ്റേ കായസ്ഥയും പെടും, രാജപുട്ടും എല്ലാം കൂടെയാണ് ഈ ബി. അന്ന് അവർ സത്യേന്ദ്രനാരായൺ സിൻഹയുടെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു വർഗീയ ലഹറാണെന്നോ ബാഗൽപൂരിൽ, മനസ്സിലായില്ലേ? അന്ന് 5000 പേരാണ് അനൗദ്യോഗിക കണക്കുകൾ കാണിക്കുന്ന 5000 പേര്, ദ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണൽ റൈറ്റ് ഇൻ ബീഹാർ നടന്നിട്ടുള്ളത് ബാഗൽപൂരിൽ. അതിന് മുമ്പ് റാഞ്ചിയിലുണ്ടായിരുന്നു. അതല്ല, അപ്പോൾ അന്ന് നടന്നത് സത്യേന്ദ്രൻ നാരായൺ സിൻഹയുടെ ഇൻകോമ്പിറ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇത് കോൺഗ്രസിന് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് ജാ ആസാദാണ് ഇത് എഞ്ചിനീയർ ചെയ്തതെന്നാണ്. ഒന്ന്. നമ്പർ 2, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഏറ്റവും മടി കാണിച്ച പാർട്ടി ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് പാർട്ടി. കാരണം 1980 മനസ്സിലായില്ലേ, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മൊറാർജി ദേശായിയുടെ അവരാണ് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നത്. ആ മണ്ഡൽ കമ്മീഷനെ ഇന്ദിരാഗാന്ധി മനസ്സിലായില്ലേ 10 കൊല്ലം കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഇന്ദിരാഗാന്ധി മീൻസ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യാൻ ഓഫ് വേംസ് എന്നാണ്. അങ്ങനെയാണ് ഈ ജനതാ പാർട്ടി എന്നുള്ള ഈ സംയുക്ത ജനതാ പാർട്ടി, അതായത് RJDയും JDയും അടക്കമുള്ള പാർട്ടി, ജനതാദൾ അല്ലെങ്കിൽ ആ പാർട്ടി 90-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഈ ബീഹാറിൻ്റെ ചരിത്രത്തിൽ 35 വർഷമായിട്ട് ഒരു പിന്നോക്കക്കാരൻ മാത്രമേ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നുള്ളൂ. അത് നിതീഷ് ആവാം, അത് ലാലു ആവാം, രാബ്രി ദേവി ആവാം, അത് ജിതിൻ റാം മാഞ്ചി ആവാം. അത് അദ്ദേഹം ദളിതാണ്, മഹാദളിത്ത്. അപ്പോൾ ഈ കോൺഗ്രസ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്രസൻറ്റ് ഇൻ ബീഹാർ, മനസ്സിലായില്ലേ? അതായത് പകുതി ഈ ബീഹാറിലെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, ഞാൻ പേരുകൾ പറഞ്ഞല്ലോ, ഭഗവത് ജാ ആസാദ്, ജഗന്നാഥ് മിശ്ര, അങ്ങനെയുള്ള അല്ലെങ്കിൽ സത്യേന്ദ്ര നാരായൺ സിൻഹ, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ ഒന്നടക്കം BJPയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ദാറ്റ് മീൻസ് ബീഹാറിലെ അപ്പർ കാസ്റ്റ് വോട്ട് ഓഫ് ദ കോൺഗ്രസ് ഷിഫ്റ്റഡ് ടു ദി BJP. മറിച്ച് വാട്ട് ഹാപ്പൻ ടു ദ മുസ്ലിം വോട്ട്? മുസ്ലിം വോട്ട് ബാഗൽപൂർ റൈറ്റ്സ് കാരണം മുസ്ലിം വോട്ട് അവർ രക്ഷകനായിട്ട് അവർ കാണുന്നത് നിതീഷ് കുമാറിനെയും ലാലു പ്രസാദ് യാദവിനാണ്. കാരണം കഴിഞ്ഞ 35 വർഷമായിട്ട് കാര്യപ്പെട്ട വർഗീയ ലഹളകളില്ലാത്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ. സമസ്തിപൂറിൽ വെച്ചിട്ട് LK അദ്വാനിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ബീഹാറിൽ ഒരു കാര്യമായിട്ടുള്ള അനക്കമുണ്ടായില്ല. അപ്പോൾ മുസ്ലിം വോട്ട് ആ വഴിക്ക് പോയി. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡോമിനൻ്റ് OBC കമ്മ്യൂണിറ്റി അത് യാദവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, യദു വംശം ശ്രീകൃഷ്ണൻ്റെ വംശമാണ്. അതിൽ നിന്നാണ് സാത്യകിയും കൃതവർമാവും ഒക്കെ വരുന്നത്. യദു വംശം ഇരുമ്പോൾ മരത്തിൻ്റെ ഒലക്കൊണ്ട് നശിച്ചു പോകുന്നല്ല ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഒരു വോട്ടും മുസ്ലിം വോട്ടും മാത്രമായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ സമയത്തെല്ലാനും ഈ EBCകൾ വെറും 2% അവിടുത്തെ കുർമി വോട്ട്. നിതീഷ് കുമാറിൻ്റെ കുർമി വിഭാഗത്തിന് 2% വോട്ടുള്ളൂ. അവരെല്ലാവരെയും കൂടെ നിതീഷ് കുമാർ തെറ്റിയതിനു ശേഷം തുന്നിച്ചേർത്തുകൊണ്ട് ഒരു കോയലീഷൻ ഉണ്ടാക്കി EBC. ഈ EBC എന്ന് പറഞ്ഞാൽ എവിടെ നിതീഷ് പോകുന്നു, നിതീഷിൻ്റെ കൂടെ അവർ പോകും. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ലാതായി, RJDയുടെ വോട്ട് MY ആയി. ആദ്യത്തെ MYD ആയിരുന്നു, ദളിതും ഉണ്ടായിരുന്നു. ദളിത് തെറ്റിപ്പോയി, ചിറാഗ് പാസ്വാനും പോയി, നിതിൻ റാം മാഞ്ചിയും പോയി. അപ്പോൾ അവർക്കിപ്പോൾ ബാക്കി നിൽക്കുന്നത് MY ആണ്. MY എന്ന് പറഞ്ഞാൽ 14% യാദവും 17% മുസ്ലിം അടക്കം 31% വരുന്ന ഒരു കോയലീഷനാണ്. ഓക്കെ, അതൊരു ശക്തമായ ഒരു കോയലീഷനാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് ഭാരതീയ ജനതാ പാർട്ടി, ഞങ്ങളൊക്കെ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നു. ഓഫ് കോഴ്സ് ഏറ്റവും വർഗീയ വിഷമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കാര്യപ്പെട്ട ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണെന്ന് കൂടി മനസ്സിലാക്കണം. ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അസൗദ്ദീൻ ഓവൈസിയുടെ. മാത്രമല്ല, ഞാൻ ഉസ്മാനിയ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ഓൾഡ് സിറ്റി. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ്. 5-6 MLA-മാരുണ്ട് MIM-ൻ്റെ അവിടെ, ഞങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത്. അവിടെ വലിയ വർഗീയ ലഹളകളിലൊക്കെ എന്ത് റോളാണ് ഇവർ പ്ലേ ചെയ്തിട്ടെന്ന് എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ സ്പോയിലറായിട്ട് ആരിറക്കിയാലും അത് അപലപിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ സ്പോയിലറായിട്ട് 5 MLA-മാരായിട്ട് വന്നു. ആ 12,000 വോട്ട് എന്ന് പറയുന്നത് ഇവർ സ്പോയിലാക്കിയത്. ഇത്തവണത്തെ സ്പോയിലിംഗ് പറഞ്ഞുതരാം എത്രയെന്ന്. 5 MLA-മാർ പോയി MIM-ൽ. 8 സ്ഥലത്ത് ഇവർ കാരണം 6 സ്ഥലത്ത് BJP ജയിച്ചു, 2 സ്ഥലത്ത് JDU ജയിച്ചു. അപ്പോൾ ഇവർ സ്പോയിൽ ചെയ്തിരിക്കുന്നത് 13 സീറ്റാണ് അവിടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ല അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ എക്കണോമിക് എഞ്ചിനീയറിംഗ്. OIC കൊണ്ടുവന്നതാണെങ്കിലും ഇവിടുത്തെ പ്രശ്നം അതല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യം എന്ന് പറയുന്നത് OIC അല്ലെങ്കിൽ
AIMIM ബീഹാറികൾക്ക് പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലുള്ളവർക്ക് സ്വീകാര്യനാകുന്നു എന്നുള്ളതാണല്ലോ. സീമാഞ്ചലിൽ 3 സീറ്റേ മഹാഗഡ്ബന്ധന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വലിയ തോതിൽ ഈ MY കോമ്പിനേഷൻ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ, MYയിലെ M കൂടി ഫംഗ്ഷൻ ചെയ്തിരുന്നുവെങ്കിൽ മഹാഗഡ്ബന്ധൻ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിം വോട്ടുകൾ ഇത്തവണ സാധാരണ കിട്ടുന്നത് പോലെ N ബ്ലോക്കായിട്ട് RJDക്കും കോൺഗ്രസിനും കിട്ടാത്തത് എന്ന ചോദ്യം സ്വാഭാവികമായും അവിടെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ വോട്ട് കുത്തുകൾ മാത്രമല്ല, റെപ്രസെന്റേഷൻ കൂടി വേണം എന്ന് മുസ്ലിങ്ങൾ, അവിടുത്തെ മുസ്ലിങ്ങൾ, സീമാഞ്ചലിലെ മുസ്ലിങ്ങൾ ഒരു നിലപാടെടുത്തത് കൊണ്ടാകുമോ? അല്ല, അതിലൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ഇലക്ഷന് 2 ദിവസം മുമ്പ് ഒരു പൊളിറ്റിക്കൽ അനാലിസ്റ്റ് അദ്ദേഹം എഴുതുന്നുണ്ട് മുസ്ലിം വോട്ട് എന്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷം MY ഉണ്ടെങ്കിലും നമുക്ക് ഇന്ന് മുസ്ലിമുകളുടെ ഒരു കാര്യപ്പെട്ട നേതാവ് RJDയിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ ശിങ്കടികളായിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയിലുള്ളതെന്നും അതിൽ തന്നെ നല്ലൊരു വിഭാഗം മുസ്ലിമുകൾ പസ്മണ്ട എന്ന് പറയും, OBC, ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്. മുസ്ലിമുകളുടെ ഇടയിൽ ജാതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോഴാണ്. അതിൽ പസ്മണ്ട എന്ന് പറഞ്ഞാൽ പിന്നോക്കം, എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഗ്രൂപ്പിലാണ് പസ്മണ്ട. പസ്മണ്ട എന്ന് പറഞ്ഞാൽ 65% മുസ്ലിം കിടക്കുന്നത് പസ്മണ്ടയും 35% കിടക്കുന്നത് സവർണരുമാണ്. ഈ പസ്മണ്ട ഗ്രൂപ്പ് നിതീഷിൻ്റെ കൂടെ പോയി. കഴിഞ്ഞ മന്ത്രിസഭകളിലൊക്കെ നിതീഷിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പസ്മണ്ട ഗ്രൂപ്പിംഗ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഇത്തവണ വളരെ കുറവാണ്. എന്താണെന്ന് കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവർ കുറവായിട്ട് കാണുന്നു. അപ്പം മുസ്ലിം വോട്ട് തന്നെ ജാതിയുടെ പേരിൽ ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആര് സ്പ്ലിറ്റ് ചെയ്തെന്നുള്ളതല്ല, അവർക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം വോട്ടിൽ മാത്രമല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട്, അഭിലാഷിനോട് അഭ്യർത്ഥിക്കാം, നിങ്ങൾ അസദുദ്ദീൻ ഒവൈസിയുടെയും അക്ബറുദ്ദീൻ ഒവൈസിയുടെയും പ്രസംഗങ്ങളൊന്ന് കേൾക്കണം. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ്, മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ കേൾക്കണമെന്ന്. എത്ര വർഗീയമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ വർഗീയമായിട്ടുള്ള സംസാരം വെച്ചിട്ട് മുസ്ലിമുകളുടെ ഇടയിൽ നിങ്ങൾക്ക് എന്താ കിട്ടിയത്, നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല, നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള മട്ടിൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇത് കിട്ടുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ്. സുരക്ഷിതത്വമായിരുന്നു ബീഹാറിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, ബാഗൽപൂറിന് ശേഷം. പക്ഷേ ഇപ്പോൾ സുരക്ഷിതത്വം വിട്ടിട്ട് അവർക്ക് ദേ ആൾസോ വാണ്ട് എ പീസ് ഓഫ് ദ കേക്ക്. അവർ MLA-മാരുടെ എണ്ണം ഇത്തവണ തന്നെ നമുക്ക് നോക്കാം, എത്ര MLA-മാരെ നിർത്തി എന്നുള്ളതിനാണ് അവർ വാദിക്കുന്നത്. അസദുദ്ദീൻ കൂട്ടരും ചോദിക്കുന്ന ചോദ്യം, എത്ര MLA-മാരെ നിർത്തി? അതായത് 17% യാദവ കമ്മ്യൂണിറ്റിയിൽ 44 MLA സ്ഥാനാർത്ഥികളെ നിർത്തി. അതേസമയം മുസ്ലിം MLA നിർത്തിയിട്ടുള്ള 8 ആണെന്ന് തോന്നുന്നു RJD. ഇതൊക്കെ റഫാണ് പറയുന്നത്. കൂടുതൽ റെപ്രസെന്റേഷൻ എന്നുള്ളത് ഒരു അജണ്ടയായി വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ചോദ്യം അവിടെ വരും. ഞാൻ അങ്ങയിലേക്ക് വരാം. ബസന്ത്, ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഇനി 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ തനിച്ചു ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ തനിച്ച് കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളത് കേരളം, ആസാമും മാത്രമാണ്. തമിഴ്നാട്ടിൽ DMK-യുടെ സഖ്യം, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അനുവദിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം. ഈ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ കോൺഗ്രസിനെ ഇനി പഴയതുപോലെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? ബീഹാറിലെ മോശം പ്രകടനം എന്നുള്ളത് കോൺഗ്രസിന്റെ മാത്രം മോശം പ്രകടനമല്ല, RJD-യുടേതും മോശമായിരുന്നു പ്രകടനം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇന്ത്യ മുന്നണിയെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ നിർണായകമാവില്ലേ? തീർച്ചയായും ഇതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി ഒരു വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പം നിൽപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഘടകകക്ഷികൾ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെ പരിഗണിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ രാജ്യത്താകമാനം തന്നെ വേരുകളുള്ള ഒരു പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും പശ്ചിമ ബംഗാൾ പോലൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് 0 MLA-മാർ, ആരുമില്ല. അവിടെ കോൺഗ്രസ് ഒരു സഖ്യത്തിന് ശ്രമിച്ചാൽ, തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി എന്തായിരുന്നാലും സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയിക്കില്ല. അവർ സഹകരിക്കാൻ പോലും ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല. DMK-യും സമാനമായ സാഹചര്യമായിരിക്കും തമിഴ്നാട്ടിലെടുക്കുക. ഒരുപക്ഷെ കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ പൂർണ്ണമായും നൽകണം എന്നില്ല. DMK-ക്കും പറഞ്ഞു നിൽക്കാൻ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ മത്സരിക്കുന്ന സീറ്റുകൾ നിങ്ങൾ തോൽക്കുന്നു എന്നുള്ളത്. ഇന്ന് ഈ ബീഹാറിൽ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 മത്സരിച്ചു, ഇത്തവണ 61 സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധം പിടിച്ചു. ഏതാനും സീറ്റുകളിൽ സൗഹൃദ മത്സരങ്ങളിൽ ഏർപ്പെട്ടു. പിന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തി.
രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിലുള്ള കെമിസ്ട്രി പോലും വല്ലാതെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആ ഒരു യോജിപ്പ് പോലും കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. വോട്ടധികാർ യാത്രയിൽ ഒന്നിച്ചു പോയി എന്നുള്ളത് ഒരു ഭാഗമുണ്ട്. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതാണ്. തേജസ്വി യാദവിനെതിരെ ക്രിമിനൽ കേസുകളുണ്ട് എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്കെതിരെയുമുണ്ട്. അത് ശരി, രണ്ടുപേരുടെയും പേരിൽ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്നാണ് അവരും പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസുകൾ എന്നാണ് RJDയും പറയുന്നത്. അപ്പോൾ അതവിടെ ഒരു ഭാഗം നിൽക്കുമ്പോൾ DMKയുടെ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ്, DMK എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് മഹാരാഷ്ട്ര ആയിരുന്നാലും ശരി, ഹരിയാന ആയിരുന്നാലും ശരി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേക്കും കോൺഗ്രസിന് അടിതെറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2004 മുതൽ 2014 വരെ കോൺഗ്രസിൻ്റെ വളരെ ശക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വലിയ തോതിലുള്ള വെല്ലുവിളി BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നതൊക്കെ നേരിടാൻ പോകുന്ന ഒരു ശക്തി കോൺഗ്രസിനുണ്ടായിരുന്നു, സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ ദിവസം ഞാനൊരു പേര് പറഞ്ഞു, അഹമ്മദ് പട്ടേൽ എന്നൊരു പേര് പറഞ്ഞു. അദ്ദേഹം ഉറങ്ങിയില്ല എന്നുള്ളത്. 10 കൊല്ലം അഹമ്മദ് പട്ടേലായിരുന്നു ഒരുപക്ഷെ അന്നത്തെ ആ UPA സംവിധാനത്തിനെ നിലനിർത്തിയത്. അദ്ദേഹത്തിന് ഒരു പേര് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, മിഡ് നൈറ്റ് പട്ടേൽ എന്നുള്ള. ഓർക്കുമായിരിക്കും അഭിലാഷ്, അദ്ദേഹത്തിന് വിളിച്ചിരുന്ന ഒരു പേര് അതായിരുന്നു, മിഡ് നൈറ്റ് പട്ടേൽ. എന്ന് വെച്ചാൽ രാത്രിയായിരുന്നു അഹമ്മദ് പട്ടേൽ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ നയതന്ത്ര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതായത് മറ്റ് പാർട്ടികളുമായിട്ടുള്ള ലെയ്സോണങ്ങൾ. അങ്ങനെ ഒരു സംവിധാനം ഇന്നും കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ്. അതായത് മറ്റ് കക്ഷികൾ, ഒപ്പം നിൽക്കുന്ന കക്ഷികളെ ഒപ്പം ചേർക്കുക എന്നുള്ളത്, അതായത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു സംവിധാനം ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് ഈ പറയുന്ന കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഒരു ഇതിലേക്ക് കോൺഗ്രസ് വരുന്നത് UPA എന്നുള്ളൊരു സംവിധാനം രൂപപ്പെടുമ്പോഴായിരുന്നു. അന്ന് ഒരു ഭാഗത്ത് ഹർകിഷൻ സിംഗ് സുർജിത്തും എല്ലാ ശക്തിയും നൽകി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മറുവിഷയം. അവിടെ ഈ പറയുന്ന മറ്റ് പാർട്ടികളെ ബന്ധപ്പെടുക, അവരുടെ വിഷയങ്ങൾ, അവരുടെ പരാതികൾ കേൾക്കുക, അതൊരു വലിയേട്ടൻ എന്നുള്ള രീതിയിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെയായിരുന്നു അന്ന് UPയുടെ വിജയത്തിന് കാരണമായി നിന്നത്. ഇന്ന് ഇപ്പോഴ് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സാണ് പലയിടത്തും കാണുന്നത്. അത് എവിടെയായിരുന്നാലും അത് ഒരു പക്ഷേ തിരിച്ചടിച്ചിട്ടുണ്ടാവാം. ബീഹാർ പോലുള്ള സ്ഥലത്ത് DMKയുടെ അടുത്ത് പോയിട്ട് അത്തരത്തിലൊരു അടിച്ചേൽപ്പിക്കലിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ബംഗാളിൽ മമത അടുപ്പിക്കുമോ എന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു സാഹചര്യം. പിന്നെ ഉള്ളത് ആസാമാണ്. ആസാമിൽ മാത്രമാണ് നേരിട്ട് BJPയുമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സംസ്ഥാനം വരുന്നത്. അവിടെ തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു സാന്നിധ്യം വളരെ ശക്തമായി കോൺഗ്രസിനുണ്ട്. സ്വന്തം നിലയ്ക്ക് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. വലിയ വെല്ലുവിളി നേരിട്ടിട്ട് പോലും കഴിഞ്ഞ തവണ ജോർഹാട്ടിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നു ലോക്സഭയിലേക്ക്. അപ്പോൾ ആ ഒരു പ്രാദേശിക തലത്തിൽ നേതാക്കളെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന, പണ്ട് കോൺഗ്രസിന് അങ്ങനെയായിരുന്നല്ലോ. ശക്തമായ കേന്ദ്ര നേതൃത്വം, അതോടൊപ്പം തത്തുല്യമായ ശക്തിയുള്ള സംസ്ഥാന നേതൃത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് ആ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, ഇവിടെ ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾ മാത്രമാണുള്ളത്. ശ്രീ എം ലിജു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ എം ലിജു, ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന് ആഴത്തിൽ പരിശോധിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്താലേ അടുത്ത തവണ അത് തിരുത്താൻ പറ്റൂ. അതിന് 5 വർഷം കാത്തിരിക്കേണ്ട. അടുത്ത 6 മാസത്തിനുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഇത് ഇൻട്രോസ്പെക്ഷന്റെ സമയമായി കോൺഗ്രസ് കാണുമോ, അതോ കാടടച്ച് വെടിവെക്കാനുള്ള സമയമായി കാണുമോ? യഥാർത്ഥത്തിൽ അഭിലാഷ്, ഇന്നത്തെ ഒരു ചർച്ച ഇടയ്ക്ക് വെച്ചാണ് കേട്ടതെങ്കിലും ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണോ എന്നൊരു പരിശോധന, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച പോലും ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ വന്നില്ല. കോൺഗ്രസ് ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ഓഫറുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഒരു ബ്രൈബറി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ 1.25 കോടി കുടുംബങ്ങളിലേക്ക് 10,000 രൂപ വെച്ച് കൊടുത്ത തീരുമാനം, അത് അധാർമികമാണ്. ഒരർത്ഥത്തിൽ എന്താ പറയുക, ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. ഇത് സ്വാധീനിച്ചിരുന്നു. അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അതിനെ ഗൗനിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമല്ല. അവരുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു തീരുമാനത്തെ അവർ അംഗീകരിച്ചത് എന്ന ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. 2, കോൺഗ്രസ് പറഞ്ഞൊരു സുപ്രധാനമായൊരു കാര്യം, SIRുമായി ബന്ധപ്പെട്ട് 65 ലക്ഷം വോട്ടർമാരെ ആസൂത്രിതമായി ഒഴിവാക്കി. അത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സങ്കീർണമാവുന്ന തരത്തിൽ, അതായത് വോട്ടർ പട്ടികയുടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും
ഈ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാതെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി കൊടുത്തൊരു പൊസിഷനാണ്. നേരിട്ട് പട്ടിക കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല, എപ്പിക് നമ്പർ ഉപയോഗിച്ച് പരിശോധിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറത്താക്കിയെന്ന ആരോപണം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാകുന്നത് എപ്പോഴും ഇതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കോൺഗ്രസ് 100% ജയിക്കുമായിരുന്ന തരത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ക്ലീൻ സ്വീപ്പ്, ഇത്തരത്തിലൊരു ഭീകരമായ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് ഇത് അടിസ്ഥാനപരമായ കാരണങ്ങളായിട്ടുണ്ട് എന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി NDAക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇതിനകത്തൊരു ഓർഗനൈസ്ഡായ ഒരു ഇലക്ഷൻ റിഗ്ഗിങ് നമുക്ക് സംശയിക്കത്തക്ക പല സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. രണ്ടാമത്തതാണ് നിങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ കാസ്റ്റ് ഇക്വേഷൻസ്, മെച്ചപ്പെട്ട സോഷ്യൽ കോയിലീഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യമൊക്കെ. സഖ്യകക്ഷികളായിട്ടുള്ള ബന്ധത്തിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ഭൂതകാലത്തിൽ അന്ന് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ്സിന് എല്ലാം കറക്റ്റായിരുന്നു, ഇപ്പോൾ അങ്ങനെ മാറിപ്പോയി. ഇതൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 2014 2 UPA സർക്കാരുകളുടെ ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, 42 സീറ്റുകൾ ഇത്തവണ ഇന്ത്യ മുന്നണി NDA തമ്മിലുള്ള വോട്ട് ഡിഫറൻസ്, സീറ്റുകളുടെ ഡിഫറൻസ് കേവലം 35 സീറ്റുകളാണ്. മുൻകാലങ്ങളിൽ നമ്മൾ അസസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 2 UPA സർക്കാരുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയൊരു സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ തെറ്റായ ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനങ്ങളുടെ പേരിലാവാം. YS രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് ശേഷമുണ്ടായ ഒരു ക്രൈസിസ്, അന്നും ശ്രീ അഹമ്മദ് പട്ടേലുണ്ട്, അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ളൊരു കാലഘട്ടമാണ്. അത് കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചില്ല. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമേ നഷ്ടപ്പെട്ടു പോയി. 2 UPA സർക്കാരുകൾക്ക് 42 സീറ്റോളം കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സ്റ്റേറ്റ് തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അതൊരു കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, നമ്മൾ അസസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതല്ലാതെ അന്ന് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു, ഇന്ന് അഹമ്മദ് പട്ടേൽ ഇല്ലാത്തതാണ് ഇതിൻ്റെ കോയലീഷൻ്റെ പ്രശ്നം. കോയലീഷൻ ഇഷ്യൂസ് അല്ലല്ലോ ഇവിടെ നേരിടുന്നത്. ചെറിയ തോതിൽ അന്നുമൊക്കെ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണം. ഈ വോട്ട് റിഗ്ഗിംഗ് എന്ന വിഷയവും ചർച്ച ചെയ്യണം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വോട്ട് റിഗ്ഗിംഗ്, SIR-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവ പക്ഷേ കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ പോലും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബീഹാറിൽ അതൊരു ഇലക്ഷൻ ഇഷ്യൂ ആയിരുന്നില്ല, RJD അത് ഏറ്റെടുത്തിരുന്നില്ല. അവർ തൊഴിലും മൈഗ്രേഷനുമാണ് മുഖ്യ വിഷയമായി പറഞ്ഞത്. ഒപ്പം ക്ഷേമ പദ്ധതികളുടെ വാഗ്ദാനങ്ങൾ, ഒരു വീട്ടിലൊരു സർക്കാർ ജോലി പോലെയുള്ള വാഗ്ദാനങ്ങൾ. മറുവശത്ത് ജംഗിൾ രാജ് ഉന്നയിക്കുകയുണ്ടായി NDAയുടെ പക്ഷത്തു നിന്ന്. ഈ മട്ടിലാണ് ഇലക്ഷൻ ക്യാമ്പയിൻ പോകുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണോ, സാധാരണ ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളാണോ എന്ന പ്രശ്നമുണ്ടോ? ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ റിഗ്ഗിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും 40 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകാം, അങ്ങനെ ഒരു സാധ്യതയും കൂടിയുണ്ട്. പക്ഷേ അതേ സംബന്ധിച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ എന്ന വേറെ പ്രശ്നവും അവിടെ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന് 100% ആശയ വ്യക്തത ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ആദ്യം ഞാനൊരു കാര്യം പറയാം. ഞാൻ ലിജു പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി, അതായത് ബീഹാർ മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗാർ യോജന അനുസരിച്ചിട്ടാണ് 10,000 രൂപ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കി. അത് ആർക്കാ കൊടുക്കണമെന്നറിയോ? സെൽഫ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികൾക്ക്, വനിത എല്ലാവർക്കും കൊടുക്കണം, വനിതകൾക്ക് കൊടുക്കും. അതെങ്ങനെയെന്ന് രസം എന്നറിയോ? നിങ്ങൾക്ക് സെൽഫ് ഗ്രൂപ്പിൽ ചേരാൻ പറ്റുമോന്ന്, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചേരാമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ഇഷ്ടമുള്ളവരെ ചേർക്കാമെന്നല്ലേ? ഒന്ന്. രണ്ടാമത് 10,000 അല്ല പ്രോമിസ്, 10,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ. അപ്പം 10,000 വാങ്ങിച്ചിട്ട് പ്രോഗ്രസ് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിൻവാങ്ങാം. 2 ലക്ഷം സ്വീകരിക്കണ്ട, 10,000 പോക്കറ്റിലിടാം, വേറെ പരിപാടി നടക്കണമെന്നില്ല. അപ്പം തീർച്ചയായിട്ടും അതിലൊരു കുംഭകോണം ഞാൻ കാണുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതന്നെ ധാർമ്മികമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് ഇത് DMK ഒക്കെ തന്നെ ആരംഭിച്ചതാണ്, അല്ല വെറും BJP ആരംഭിച്ചാണെന്നൊന്നും ഞാൻ പറയില്ല. സമീപകാലത്തെ എല്ലാ ഗവൺമെന്റുകളും ഇത്തരം പദ്ധതികൾ റോൾ ഔട്ട് ചെയ്യുകയും അതിന്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്ന പ്രശ്നമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കലാണ് അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കൂ, മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ അവസാന ഘട്ടത്തിലാണ് ലാഡ്ലി ബെഹൻ പ്രഖ്യാപിച്ചത്, സമാനമായ വിധത്തിലാണ് ക്യാഷ് ട്രാൻസ്ഫർ ആണ്. മഹാരാഷ്ട്രയിൽ
ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുമ്പ് ആണ് ലഡ്കി ബഹന സ്കീം പ്രഖ്യാപിച്ചത്. ക്യാഷ് ട്രാൻസ്ഫർ ആണ് ജാർഖണ്ഡിൽ, അത് BJP അല്ല കേട്ടോ, സോറന്റെ സർക്കാർ മുഖ്യമന്ത്രി മാഞ്ചി സ്കീം പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഈ തരത്തിലുള്ള സ്കീമുകൾ പ്രഖ്യാപിക്കുന്ന സർക്കാരുകൾക്കൊക്കെ തുടർഭരണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ ഈ തരത്തിലുള്ള വെൽഫെയർ പൊളിറ്റിക്സിൽ, വെൽഫെയറിസം മുമ്പും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോക്കറ്റിൽ കിട്ടുന്ന പണത്തിലേക്ക് വന്നാൽ അത് വലിയ പ്രശ്നമായിരിക്കുമല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ BJP മാത്രം ചെയ്തത്, ഞാൻ DMK ചെയ്തു എന്ന് പറഞ്ഞല്ലോ. DMK ഇത് ചെയ്തപ്പോഴാണല്ലോ കോടതി, അണ്ണാ DMK അതിലും ഭയങ്കരം. വാഷിംഗ് മെഷീൻ കൊടുക്കുക, എയർ കണ്ടീഷണർ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പാക്കുന്നത് ഏത് പാർട്ടി നടപ്പാക്കിയാലും അത് ധാർമ്മികമായിട്ട് തെറ്റാണ്. അത് എങ്ങനെ നിയമപരമായിട്ട് ശരിയായിരിക്കും കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന ഡേറ്റിന് മുമ്പ് നമ്മൾ സാധനം ആരംഭിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഇതുണ്ട്. രണ്ടാമത്തെ കാര്യം ഉള്ളത്, ലിജു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ചോദ്യത്തിൽ രണ്ടാമത്തെ കാര്യം, അതായത് ഈ നമ്മുടെ വോട്ട് കുംഭകോണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു കാര്യപ്പെട്ടൊരു പ്രശ്നം ഒരാൾ ഉന്നയിക്കുന്നു, മനസ്സിലല്ലേ? വോട്ട് തിരിമറി നടക്കുന്നു മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ, അവിടെ ഇവിടെ. പക്ഷേ അത് പ്രസ് ക്ലബ്ബിൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് മാത്രം പറയേണ്ടതല്ല. പ്രസ്സിൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പറയേണ്ട മാത്രമുള്ള കാര്യം, അതിന് ഒരു ജനങ്ങളുടെ ഒരു അജിറ്റേഷൻ വരാനുണ്ടാണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു അജിറ്റേഷൻ വേണ്ടേ? അല്ലാതെ ഒരു യാത്രക്ക് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 1973 ഞാൻ ബീഹാറിൽ പഠിക്കുമ്പോഴാണ് സമ്പൂർണ്ണ ക്രാന്തി നടപ്പാക്കുന്നത്. അന്ന് ബീഹാറിലെ ജഗന്നാഥ് മിശ്ര, അബ്ദുൽ ഗഫൂർ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസിൻ്റെ, ആ ചിമൻഭായ് പട്ടേലിൻ്റെ ഗവൺമെൻറ് ഗുജറാത്തിൽ, ഈ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ട് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബീഹാർ സ്തംഭിച്ചു. 1.5 കൊല്ലം കോളേജുകൾ അടിച്ചിടേണ്ടി വന്നു. അത്തരത്തിലുള്ള വലിയൊരു സംഭവമാണ് അവിടെ ഇറക്കിയത്. അപ്പോൾ ഇത് അജിറ്റേഷൻ. നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിക്കണ്ടേ? അല്ലാതെ നമ്മളൊരു കാര്യം ഉന്നയിക്കുക, പ്രസ് മീറ്റിന് കാര്യം ഉന്നയിക്കുക, അല്ലെങ്കിൽ എന്താണ് മാധുവിനെയും നമ്മുടെ അഭിലാഷിനെയും വിളിച്ചുകൊണ്ട് ഇത് ഉന്നയിക്കുക, പിന്നെ നമ്മളെ കാണാതെ ഇരിക്കുക. അങ്ങനെയല്ലല്ലോ. ആ യാത്രക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. യു ഹാവ് സെഡ് ദാറ്റ് ദെർ ഇസ് എ സീരിയസ് ക്രൈം in the history of India's democracy എന്നൊരാൾ പറയുമ്പോൾ he should have a follow-up action. His party also should have a follow-up action to prove that. അതിന് പകരമായിട്ട് അത് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രെഡിബിലിറ്റീനെ ബാധിക്കൂലേ? ഏതായാലും ആ മാറ്റർ ഇപ്പോൾ നമ്മൾ തർക്കിക്കേണ്ടതല്ല. അതൊക്കെ കോടതിയിൽ പോകേണ്ട മാറ്ററാണ്, സുപ്രീം കോടതിയിൽ പോകേണ്ട മാറ്ററാണ്. അതുകൊണ്ടാണ് ജയിച്ചതെന്നോ തോറ്റതെന്നോ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പിഴവ് പറ്റിയത് എവിടെയാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതായത് നിതീഷ് കുമാർ കെയിം ഔട്ട് ഓഫ് ദി NDA. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഇന്ത്യ അലയൻസ്. ഇന്ത്യയുടെ പേര് വരെ കൊടുത്തത് നിതീഷ് കുമാറാണ്. അങ്ങനെ ബോംബെയിൽ വെച്ച് കൂടിയിട്ടുള്ളൊരു മീറ്റിങ്ങിൽ നിതീഷ് കുമാറിനെ മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയാക്കല്ല അതിൻ്റെ കൺവീനറാക്കാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് അതിൽ എൻ്റെ ഓർമ്മ ശരി വെച്ച് മമതാ ബാനർജിയും TR ബാലുവും കൂടെ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുമ്പോൾ നിതീഷ് എന്ത് പറയുന്നു? എനിക്ക് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുന്നതല്ല, പ്ലീസ് ഐ ഡോണ്ട് നോ ദി ലാംഗ്വേജസ് ഇൻ വിച്ച് യു ആർ സ്പീക്കിംഗ്, ഹെൻസ് ഐ ആം ലീവിങ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി NDAയിൽ പോയി. അന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് കോൺഗ്രസിനെയും RJDയുടെയും കൂടെ ആയിരുന്നെങ്കിൽ 30 MPമാർ ഇങ്ങോട്ട് വന്നേനെ. ഇന്നത്തെ ഈ BJP ഗവൺമെൻറ് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ പൊളിറ്റിക്കൽ, അപ്പോൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കി. എന്താണ്? ഒറ്റ വാക്ക് തീർന്ന് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ്, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത് വരുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും. അപ്പൊ അതാണ് എന്റെ അഭിപ്രായം ഈ കാര്യത്തെ പറ്റിയിട്ട്. ശരി, ഓക്കെ. എന്തായാലും അന്നിപ്പോ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജ്യത്തിന്റെ ഭാഗതയം തന്നെ മാറിപ്പോയനെ. ബീഹാറിൽ നിതീഷ് എവിടെ നിൽക്കുന്നു അവിടെ വിജയം എന്നുള്ളതാണ് കഴിഞ്ഞ 20 കൊല്ലത്തെ എങ്കിലും ചരിത്രം. ശ്രീ ഉല്ലാസ് ബാബു, ഇന്നിപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് വോട്ട് റിഗ്ഗിംഗ് അടക്കമുള്ള കാര്യങ്ങളാണ്, സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. BJPക്ക് 90% അടുത്താണ്, നിയർ 90 ആണ് സ്ട്രൈക്ക് റേറ്റ്. മഹാരാഷ്ട്രയിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഈ വിജയത്തിൽ സംശയം ഉന്നയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ആ സംശയിക്കുന്ന ആളുകളെ പ്രധാനമന്ത്രി പുച്ഛിക്കുന്നുമുണ്ട്. ബീഹാറിലെ വിജയം ഒരു വലിയ തരത്തിലുള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമാകും എന്ന് വിചാരിക്കുന്നുണ്ടോ?
ഒരു സ്ക്രൂട്ടിനിക്കും വിധേയമാകുമോ? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് പരാതികളുണ്ട് അവരുന്നയിച്ചിട്ടുണ്ടായിരുന്നോ? ഇവർ മഹാഗഡ്ബന്ധൻ നമ്മൾ കൃത്യമായിട്ട് അഭിലാഷം നമ്മൾ കൃത്യമായിട്ട് പറയാം, ഇവരെ മഹാഗഡ്ബന്ധൻ പൊളിഞ്ഞു. എന്താ പൊളിയാൻ കാരണം? ഇവർക്ക് തന്നെ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല എന്ന്. ഇവരുടെ നേതാവ് ഉന്നയിച്ച വിഷയം ഇവരുടെ ആളുകൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ JDയും BJPയും ഒരുമിച്ചുള്ള NDA വിജയിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ തന്നെ മാധ്യമപ്രവർത്തകർ പോയവരോടൊന്ന് ചോദിക്കുക. അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് കാര്യങ്ങൾ. കോർഡിനേഷൻ എന്ന് പറയപ്പെടുന്ന കാര്യം, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കോർഡിനേഷൻ, ഒപ്പം തന്നെ അടിസ്ഥാന വർഗത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബീഹാറിനകത്ത് കാലങ്ങൾക്ക് ശേഷമല്ലേ ഏറ്റവും കൂടുതൽ വനിതകൾ ട്രാക്ടർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ. എന്താണ് കർഷക മേഖലകൾ നടന്നിട്ടുള്ള വിപ്ലവാത്മകമായ മാറ്റം, അവരുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ നിങ്ങൾ നോക്ക്. ഇൻഡസ്ട്രിയൽ മേഖലയിൽ നടന്നിട്ടുള്ള ഗ്രോത്ത് റേറ്റുകൾ, കർഷക മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ആളുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യം എന്തായിരുന്നു? ഒന്ന് അന്നമാണ്, രണ്ട് ആരോഗ്യമാണ്, മൂന്ന് സുരക്ഷയാണ്. ആ അന്നത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സുരക്ഷയുടെ കാര്യത്തിലായിക്കോട്ടെ, അത് നിതീഷ് കുമാർ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്ര കാലമായിട്ട് നടന്നിരുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിപൂർണമായിട്ട് അവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾ അടക്കമുള്ള സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റം വരുത്തിയിരുന്നു. ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഇവർക്കായില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇവർ ഉന്നയിക്കുന്ന കാര്യം, ഇവരുടെ തന്നെ കാര്യങ്ങൾ പറയുന്നതിൽ ഇവരുടെ ആദ്യത്തെ വാഗ്ദാനം എന്തായിരുന്നു? ഓരോ വീട്ടിലും ഓരോ ജോലി എന്നാണ്. ആകെ 6.5 ലക്ഷം ജോലിയാണ് ബീഹാറിനകത്തുള്ളത്. പിന്നെ എല്ലാ വീടുകൾക്കും ഓരോ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇവർ എത്ര ലക്ഷം ജോലി എത്ര വീടുകൾക്ക് 20 ദിവസത്തിനുള്ളിൽ കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുക, ഇവർ തമ്മിൽ പരസ്പരം സഹകരണമില്ലാതിരിക്കുക, ഇവർ തന്നെ സൗഹൃദ മത്സരം നടത്തുക, എന്തെല്ലാം കണ്ടു. അതൊക്കെ ബീഹാറിലെ ജനങ്ങൾക്കും ബോധ്യം ഉണ്ടാവില്ലേ? അപ്പോൾ അവരതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ കോമാളിക്കളിക്കൊന്നും അവർ കൂട്ടുനിന്നില്ല. ഇവരുടെ മഹാഗഡ്ബന്ധം പൊളിഞ്ഞു. ആ പൊളിഞ്ഞ സമയത്ത് തോറ്റു എന്ന് അംഗീകരിക്കാണ്ട് ഇനി മെഷീനെ കുറ്റം പറയൂ. മെഷീൻ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? എവിടെയെങ്കിലും റീപോളിംഗ് ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജംഗിൾ രാജ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കൃത്യമായിട്ട് പ്രസംഗിച്ചിട്ടുമുണ്ട്. ആ ജംഗിൾ രാജ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പ്, ഓരോ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ള റീപോളിങ്ങുകൾ എന്തിൻ്റെ പേരിലായിരുന്നു? എത്ര മരണങ്ങൾ എന്തിൻ്റെ പേരിലായിരുന്നു? എത്രയെല്ലാം പ്രശ്നങ്ങൾ, ബൂത്ത് പിടുത്തങ്ങൾ അടക്കമുള്ള എത്ര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? എന്താണ് അതെന്ന് പതുക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്? മാറ്റങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ടെന്ന്. ഇവരുടെ കോൺഗ്രസിൻ്റെ ആളുകളും ഇവിടുത്തെ RJDയുടെ ആളുകളും ഇവരൊക്കെ ചോരി കൊണ്ട് നടന്നവരല്ലേ? ഇവർ ചോരിയും കൊണ്ട് നടന്ന ആരോ എഴുതി കൊടുക്കുന്ന കുറെ മുദ്രാവാക്യങ്ങളും മറ്റാരോ കാണിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ LED വാളും വെച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്നല്ലാതെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള, അടിസ്ഥാന വർഗത്തിന് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിക്കാൻ ഇവരുടെ കയ്യിലുള്ള ആളുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതിന്റെ കാര്യം ഇവർ ആദ്യം മനസ്സിലാക്കട്ടെ. അത് അവർ വേണമെങ്കിൽ പഠിച്ചോട്ടെ, പഠിക്കാതിരിക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമാണ്, ബീഹാറിലെ അടിസ്ഥാന വർഗ ജനങ്ങൾക്കടക്കമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിതീഷ് കുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി പോന്നിരുന്നു. അവിടെ ആരോഗ്യം, അന്നം, സുരക്ഷ ഇത്യാദി മേഖലയിൽ പരിപൂർണമായി ശ്രദ്ധിച്ചിരുന്നു. കാർഷിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രോത്ത് വളർത്തുന്നതിന് വേണ്ടിയും കാർഷിക വിപ്ലവം നടത്തുന്നതിന് വേണ്ടിയും കാർഷിക മേഖലയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അവിടെ ചെറുകിട വ്യവസായങ്ങൾ വളർത്തുന്നതിന് വേണ്ടി റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്, ജലസേചനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിതീഷ് കുമാറിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇംപ്ലിമെന്റേഷൻ കറക്റ്റ് ആയിരുന്നു. ആ പ്രവൃത്തി കൃത്യമായി ചെയ്തപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തു. ആ ജനങ്ങൾ ചെയ്ത വോട്ടിനെ പുച്ഛിക്കല്ലേ ഇവർ ചെയ്യുന്നത്? ഈ പുച്ഛം ഇവർ തുടർന്നോടത്തോളം കാലം അടുത്ത സംസ്ഥാനത്തും ഇവർ അട്ടപ്പട്ടലം തോറ്റുപോകും. പിന്നത്തെ സംസ്ഥാനം വരുമ്പോഴും ഇതേ പുച്ഛം തുടരും, അവിടെ അവസാനിച്ചു പോകും. ആദ്യം അവർ കണ്ണാടിയിൽ നോക്കി അവർ പറയുന്ന കാര്യം അവരൊന്ന് പഠിക്കട്ടെ. പ്രതികരണം. KT കുഞ്ഞിക്കണ്ണൻ, ഇടത് കക്ഷികൾക്ക് 90കൾ വരെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇന്നിപ്പോൾ എല്ലാവർക്കും BJP ഇതര കക്ഷികൾക്ക് എല്ലാം സ്വാധീനക്കുറവുണ്ട്. റിസൾട്ട് താങ്കൾ വിലയിരുത്തുമ്പോൾ പലതരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. ഒന്ന്, യാദവ് ഇതര ഹൈന്ദവ സമുദായങ്ങളെല്ലാം ഏകോപിതമായി കൺസോളിഡേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്തു ഒരു യാദവ് രാജ്, ജംഗിൾ രാജ് വരാതിരിക്കാൻ എന്നുള്ള ഒരു വശമുണ്ട്. BJP വളരെ കൃത്യമായി പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിലെ യാദവ് ഇതര വിഭാഗങ്ങളുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കിയിരുന്നു. ആ തരത്തിലുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒപ്പം വെൽഫെയറിസത്തിന്റെ വിജയവും 2005 മുതൽ ഇങ്ങോട്ട് വനിതകളെ ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയായി കണ്ടുകൊണ്ട് തന്നെ വളരെ സ്ത്രീ സ്പെസിഫിക് ആയ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന, 10,000 രൂപ 10 ഹസാരി അവസാനത്തെ ദിവസങ്ങളിൽ കൊടുത്ത പണമടക്കം. അപ്പോൾ ആ തരത്തിൽ ഇത് ഒരു പെർഫെക്റ്റ് കമ്മ്യൂണൽ ബാലൻസിങ്ങിന്റെയും വെൽഫെയറിസത്തിന്റെയും വിജയമായി കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ ലളിതവൽക്കരിച്ച് ഒരു പെർഫെക്റ്റ് വെൽഫെയറിസത്തിൻ്റെയും
സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കമ്മ്യൂണൽ ധ്രുവീകരണം ഉണ്ടായതിൻ്റെയൊക്കെ വിജയമായിട്ട് അങ്ങനെ ലഘൂകരിച്ച് കാണാൻ എനിക്ക് കഴിയില്ല. ഈ ഘടകങ്ങളെല്ലാം ഈ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രധാനമായിട്ടും മുഖ്യമായിട്ടും ഈ റിസൾട്ടിനെ സ്വാധീനിച്ച ഘടകം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാനിടയുള്ള ബീഹാറിലെ ഭരണവിരുദ്ധ വികാരത്തെ, ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു അവിടെ തേനും പാലും ഒഴുകുകയാണെന്ന്. ഈ ബക്രാനഗറും ദാമോദർ വാലിയൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ സൗകര്യം ഉപയോഗിച്ച് നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങൾ, കർപ്പൂരി ഠാക്കൂർ തൊട്ടുള്ള സോഷ്യലിസ്റ്റ് ട്രഡീഷനിലുള്ള ഭരണാധികാരികൾ അവരെല്ലാം തുടങ്ങിവെച്ച അനവധിയായ പദ്ധതികൾ അവിടെ സാമൂഹ്യമായ വികസനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രതിശീർഷ വരുമാനം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലാണ് ഈ നിതീഷ് കുമാറിൻ്റെ തേരും പാലും ഒഴുകുന്ന സമ്പൂർണ്ണ വെൽഫെയറിസം ഉണ്ടെന്ന് പറയുന്ന ഈ സംസ്ഥാനം എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. അപ്പോൾ നിതീഷ് കുമാറിനെതിരായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടാകും. മഹാസഖ്യം ശക്തമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR തൊട്ട് ഈ മഹിളാ റോസ്കർ യോജന വരെയുള്ള എല്ലാ പദ്ധതികളും BJP ആവിഷ്കരിച്ച് വളരെ ഗൂഢാലോചനാപരമായിട്ട് ഒരു ഫലം ജനാധിപത്യ പ്രക്രിയയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് BJP ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ നിങ്ങൾ ഈ SIRനെ നിസ്സാരവൽക്കരിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകളെ വോട്ട് പട്ടികയിൽ നിന്ന് വെട്ടുകയാണ്. വോട്ട് കട്ടിംഗ് ആണ് നടന്നത്. ലക്ഷക്കണക്കിന് ആളെ വെട്ടി പുതുതായി കുറേ ആളുകളെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഔദ്യോഗിക പ്രസ്താവന പറയുന്ന രീതിയിൽ, ഔദ്യോഗിക പ്രസ്താവന വ്യക്തമാക്കിയ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വോട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? വളരെ ആളുകളെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തു എന്നല്ല, അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടുണ്ട്. SIRന് ശേഷം പ്രസിദ്ധീകരിച്ച കണക്കിൽ നിന്ന് 3 ലക്ഷം അധികമുണ്ട്. അത് എലിജിബിൾ വോട്ടേഴ്സിന്റെ കണക്കാണ്, വോട്ട് ചെയ്തവരുടെ കണക്കല്ല. അത് നോമിനേഷൻ സമർപ്പിക്കാൻ നിശ്ചയിച്ച ഡേറ്റ് വരെ വോട്ട് ചേർത്തവരുടെ എണ്ണം കൂടി കൂട്ടിയാൽ ഒരു 3 ലക്ഷം കൂടിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ വലിയ സ്ക്രൂട്ടിനി ആവശ്യമുണ്ട്. ഇപ്പം തന്നെ പിപ്ര നിയോജക മണ്ഡലത്തിലെ ഗലിപ്പൂർ ഗ്രാമത്തിലെ 2 ബൂത്തുകളുടെ കണക്ക് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സഖാവ് ദീപാങ്കർ ഭട്ടാചാര്യ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടല്ലോ. ഒരു വീട്ടിൽ വ്യത്യസ്ത ജാതി സമൂഹങ്ങളിൽപ്പെട്ട 509 വോട്ട് ശിവനാഥ് ദാസിൻ്റെ വീട്ടിൽ. അതെങ്ങനെ വന്നു? അപ്പോൾ ആസൂത്രിതമായി കള്ളവോട്ട് കൃത്രിമത്വം ഉണ്ടാക്കിയിട്ടില്ലേ? ഇതെല്ലാം തന്നെ ഈ BJPയുടെ ഹൈജാക്കിംഗ് ആണ്. ജനാധിപത്യ പ്രക്രിയയെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവർ ചെയ്യുകയാണ് ചെയ്തത്. ഈ കേന്ദ്ര കാരണത്തെ, ബീഹാറിൽ ഇന്നുണ്ടായ ഈ റിസൾട്ടിൻ്റെ കേന്ദ്ര കാരണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ ചർച്ചകളും എന്താണ്? സംഘപരിവാറിൻ്റെ ഈ ഗൂഢാലോചനപരമായ നീക്കത്തിന് സമ്മതി ഉണ്ടാക്കുന്നതാണ്, അതിനെ നോർമലൈസ് ചെയ്യുന്നതിലേക്കാണ് എത്തുക. ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. ആർക്കാ കാര്യത്തിൽ സംശയം? നീതി ആയോഗിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയുമല്ലോ. മനുഷ്യ ജീവിത ഗുണനിലവാരത്തിന്റെ സർവ്വമണ്ഡലങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ 10-15 വർഷക്കാലത്തെ നിതീഷ് കുമാറിന്റെ ഭരണം കൊണ്ട് ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, ജനങ്ങളോട് വിശദീകരിക്കാൻ, ഏറ്റവും അവസാനം BJP പ്രയോഗിച്ച വോട്ട് തട്ടാനുള്ള തന്ത്രമായിട്ടുള്ള ഈ മഹിളാ റോസ്കർ യോജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും ബോധ്യപ്പെടുത്താനും മഹാസഖ്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ആത്മവിമർശനപരമായിട്ട് കാണേണ്ട കാര്യമാണ്. ശരി, ശ്രീ M. ലിജു, വോട്ട് റിഗ്ഗിംഗ് നടന്നു എന്ന ആരോപണം കോൺഗ്രസിനുണ്ടോ? ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും SIR വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. ആധാർ ഒരു തിരിച്ചറിയൽ രേഖയായി പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ഉത്തരവിട്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ പോയതിനു ശേഷം SIRമായി ബന്ധപ്പെട്ട് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാടുകൾ തിരുത്തേണ്ടി വന്നിരുന്നു. നമ്മുടെ സമീപകാല ചരിത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിൽ വോട്ട് റിഗ്ഗിംഗ് ഉണ്ട് എങ്കിൽ അത് കോടതിയിൽ തന്നെ ചലഞ്ച് ചെയ്യാവുന്ന ഒരു വിഷയമാണ് എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കേസുകൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാമല്ലോ. അത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, SIR എന്ന് പറയുന്നത് ഇപ്പോൾ ബീഹാറിൽ മാത്രമല്ല, കേരളമടക്കം ആസാം ഒഴികെയുള്ള ബാക്കി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചുപോയവരുടെയും ഒക്കെ വോട്ടുകൾ മാറ്റി ഇലക്ഷൻ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നു. ഇപ്പോൾ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണല്ലോ. SIR കുഴപ്പം എന്ന സമീപനം മറ്റിടങ്ങളിലുമുണ്ടോ?
ഒന്ന്, ഈ സ്പെഷ്യൽ റിവിഷൻ എല്ലാ കാലഘട്ടത്തിലും ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ്. അതായത് BLOമാരും മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും മരിച്ചവരെയും സ്ഥലത്തില്ലാത്തവരെയൊക്കെ നീക്കം ചെയ്യുന്നത് സ്പെഷ്യൽ റിവിഷൻ പ്രക്രിയ എപ്പോഴും നടക്കുന്നതാണല്ലോ. പക്ഷേ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോസസ്സാണ്. 2002 കേരളത്തിൽ അവസാനമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന അതേ സമയത്ത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളത്തിൽ നടക്കുകയാണ്. ബീഹാറിൽ അത് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കി. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലായിടത്തും നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. അതിൽ അവരെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് 65 ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അത് 22 ലക്ഷം പേർ മരിച്ചതാണെന്നും ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൽ ഒഴിവാക്കിയത്. സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല, അവരുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞത്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയി കഴിഞ്ഞാൽ ഉണ്ടോ എന്നൊരു അഡീഷണൽ ലിസ്റ്റ് ഇല്ലാതെ, സാധാരണതയിൽ വോട്ടർ പട്ടികയുടെ ഡിലീറ്റഡ് ലിസ്റ്റ് അഡീഷണലായിട്ട് വരുന്നതാണ്. ഇവിടെ അങ്ങനൊരു സംഭവം ഇല്ലാതെ ഒരു ഡിലീറ്റഡ് ലിസ്റ്റ് ഇല്ലാതെ നിങ്ങൾ എപ്പിക് നമ്പർ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് എത്ര പേര് നോക്കുമോ അഭിലാഷേ? കേരളം പോലൊരു സംസ്ഥാനത്ത് വോട്ടർ പട്ടികയെ സംബന്ധിച്ച് എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പോൾ ബീഹാർ പോലൊരു സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഇവിടെ BJP പ്രതിനിധി വെൽഫെയർ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കഴിഞ്ഞ 25 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 25 വർഷം അല്ലെങ്കിൽ നിരവധി വർഷക്കാലമായി നിതീഷ് കുമാറും ഒക്കെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ സഖ്യകക്ഷി ഭരണത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഇപ്പോഴും. അവിടെയുള്ള ആളുകൾ, ആ ആളുകളെ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ എത്ര ആളുകൾ കൃത്യമായി നോക്കും? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആരോപണം വളരെ കൃത്യമാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനി ഇനി വെരിഫൈ ചെയ്തേ കണ്ടുപിടിക്കാൻ പറ്റൂ അഭിലാഷേ. കാരണം നിങ്ങളിപ്പോൾ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു രാവണൻ കോട്ട പോലെ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് ഇന്ത്യയുടെ ഇലക്ട്രൽ റോളുകളെ ഈ ഇലക്ഷൻ കമ്മീഷൻ മാറ്റിയിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടികയും ലഭ്യമല്ല, ഫിസിക്കലായി തന്നെ വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു, ഒരു വർഷം കഴിഞ്ഞാണോ മഹാരാഷ്ട്ര വന്നത്, ഒരു വർഷം കഴിഞ്ഞാണോ കർണാടക വന്നത്, ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ ഹരിയാന വന്നത്? ഇതല്ലാതെ വരെ മാർഗമില്ല, വെരിഫൈ ചെയ്യാനല്ലാതെ ഒരു മാർഗമില്ല. ബീഹാറിനെ സംബന്ധിച്ച് അത്രയൊരു സ്ക്രൂട്ടണി നടക്കും. എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളൊരു കാര്യം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഈ ഭീമമായ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി BJPക്ക് നൽകുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യം സംശയമൊന്നും തന്നെ വേണ്ട. 2, നേരത്തെ പറഞ്ഞ മഹിളാ റോസ്ഗാർ യോജന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു പേപ്പർ ഫില്ല് ചെയ്ത് കൊടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് 10,000 രൂപ കിട്ടുവാണ്. നിങ്ങൾ ചിന്തിക്കണം, പ്രതിശീർഷ വരുമാനം 5,600 രൂപ, ഒരു മാസത്തിൽ 5,600 രൂപ മാത്രം ഏറ്റവും വലിയൊരു വരുമാനം, 5,000 രൂപ ഏറ്റവും വലിയൊരു വരുമാനമായി കരുതുന്ന ഒരു സംസ്ഥാനത്ത് വോട്ടിംഗ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു സ്ത്രീക്ക്, ഒരു 1.25 കോടി കുടുംബങ്ങൾക്ക് 10,000 രൂപ കൈ കൊടുക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കില്ലേ? ഇനി അങ്ങനെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്നൊരു സംഭവമില്ലേ? അതിനല്ലേ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ റഫറിയല്ലേ ഇലക്ഷൻ കമ്മീഷൻ? പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടിയുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമോ? കോടതികൾ ചെന്നെന്താ സ്ഥിതി? ഇലക്ഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു, ഇനി ഇലക്ഷൻ കമ്മീഷനാണ് അത് തീരുമാനമെടുക്കേണ്ടത്. ഇതല്ലേ ഇന്ത്യൻ കോടതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തന്നെ ഇരിക്കുന്ന പല വിധികളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്ത് വലിയ സിസ്റ്റമിക് ഫെയിലുവേഴ്സ് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ മറ്റ് വെൽഫെയർ പ്രോഗ്രാമും സോഷ്യൽ എഞ്ചിനീയറിംഗും ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അടിസ്ഥാനപരമായ വോട്ടർ പട്ടിക ശരിയല്ലെങ്കിൽ ഇതിന് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അടിസ്ഥാന ജനവിഭാഗം വോട്ട് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ആ സഖ്യകക്ഷികൾക്ക് മുഴുവൻ കിട്ടേണ്ട വോട്ടുകൾ മാറ്റി നിർത്തിയാൽ പിന്നെ മറ്റെന്തുണ്ടെങ്കിലും എന്താ കാര്യം? രാഹുൽ ഗാന്ധി കഠിനാധ്വാനം ചെയ്യുന്നില്ലേ? തേജസ്വി യാദവ് കഠിനാധ്വാനം ചെയ്യുന്നില്ലേ? ഏറ്റവും പ്രബലമായ യാദവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നില്ലേ? എത്രയോ ചെറു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനൊപ്പം ഉണ്ട്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പം നമുക്കറിയാം, പല ചർച്ചകളിലും വരുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കാരണങ്ങൾ അവർ സെർച്ച് ചെയ്യും. ഇന്നൊക്കെയാണ്. നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു, അഹമ്മദ് പട്ടേൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സഖ്യകക്ഷി ചർച്ച നടത്തുന്നത്. അഹമ്മദ് പട്ടേൽ ഉള്ളപ്പോഴാണ് ആന്ധ്രാപ്രദേശ് പോയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡൽഹിയിലുള്ളവരെല്ലാം അങ്ങ് മോശമാണ്. പണ്ട് അങ്ങ് ഒരു സുവർണ്ണ ഭൂതകാലം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടായതാണ്. അധികാരത്തിൽ ഞങ്ങൾക്ക് സംഘടന ദൗർബല്യം ഉണ്ടായി.
പക്ഷെ അതിനെ തിരിച്ചുപിടിക്കാൻ കഠിനാധ്വാനം നടത്തുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ്. അനുവദിക്കാൻ പറ്റില്ലല്ലോ. ശരി, ഓക്കെ. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ഉല്ലാസ് ബാബു, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായാൽ മാത്രം പോരാ, അതെല്ലാവർക്കും ബോധ്യപ്പെടുക കൂടി വേണം എന്നൊരു വാചകമുണ്ടല്ലോ. അതിന്റെ വാച്യാർത്ഥം വിട്ടേക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രെഡിബിലിറ്റി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഇപ്പോൾ റിഗ്ഗിങ് എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ എം ലിജു ഉന്നയിച്ച വളരെ കാതലായൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ റോളുകൾ നൽകാത്തത്? അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സ്വകാര്യതയുടെ വിഷയമൊക്കെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമുക്ക് വെരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ വെരിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്ന പ്രശ്നമുണ്ട്. വലിയ ട്രക്കുകളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കടലാസുകൾ വേണ്ടി വരും. ബീഹാറിലെ മൊത്തം ഇലക്ട്രൽ റോളുകൾ നമുക്ക് പരിശോധിച്ച് എടുക്കാൻ എത്ര ആളുകളുടെ മനുഷ്യാധ്വാനം വേണ്ടി വരും. അപ്പോൾ ഇത് ഡിജിറ്റലി പരിശോധിക്കാൻ കഴിയുന്ന മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സംവിധാനങ്ങളിൽ ഒന്നും അവൈലബിൾ ആക്കില്ല എന്ന ശാഠ്യം. ഇപ്പോൾ ഫോം 6ഉം ഫോം 7ഉം സംബന്ധിച്ച വിവരങ്ങൾ ഈ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്താൻ തുടങ്ങിയതിന് ശേഷം അത് മറച്ചു വെക്കുകയാണ്. ഒരു അയൺ കർട്ടൻ ഇട്ട് ഇത് ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസിക്കും വിധേയമാവില്ല എന്നൊരു നിർബന്ധ ബുദ്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കൃത്രിമത്വം എന്ന ആരോപണമേ വിട്ടു. ഈ ഒരു കാര്യത്തിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയാലോ. ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ അഭിലാഷ് തന്നെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നത് വെറുതെ ഈ ഓലപ്പടക്കം പോലെ പൊട്ടിച്ച് കളയുന്ന ഒരു സാധനങ്ങളാണെന്ന് ബോധ്യമായിട്ടുള്ളതാണ് ഇന്ത്യ മഹാരാജ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നിങ്ങളൊരു കാര്യം, ഞാൻ ഇവരൊന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് പറയാം. കുഞ്ഞിക്കണ്ണൻ സഖാവ് എന്താ പറഞ്ഞത്? കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞു ജയിച്ചതിനേക്കും അംഗീകരിക്കുന്നു. അതൊക്കെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയട്ടെ. കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞത് എല്ലാം ബോധ്യപ്പെട്ടു, ജയിച്ചൊക്കെ അംഗീകരിക്കുന്നു, അത് പക്ഷെ ശരിയായ രീതിയല്ല. സഖാവ് അങ്ങനെയാണെങ്കിൽ സഖാവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നില്ല അവിടെ? എത്ര വോട്ട്, എത്ര പെർസെന്റേജ് വോട്ട്, എത്ര പേരാ ജയിച്ചിട്ടുള്ളത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ പരാജയപ്പെട്ട് തൂറ്റമ്പി പോയത്? അതേപോലെ തന്നെയല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കാര്യം പറയുന്നത്? ഞങ്ങൾ ഇതേപോലെ തന്നെ കേന്ദ്രത്തിൽ അടുപ്പിച്ച് നിങ്ങൾ 2 തവണ ജയിച്ചില്ലേ? ഞങ്ങൾ ആ സമയത്ത് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖല, ഞങ്ങളുടെ ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തി, ഞങ്ങൾ 10 ജനപദത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ബൂത്തൊക്കെ അടിവെച്ചില്ല. തിരിച്ചു വന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ ബി ജെ പിയിലേക്ക് നോക്കിയിരുന്നിട്ട് നിങ്ങളുടെ സമയം കളയാന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ അടിസ്ഥാന വർഗ്ഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ ബൂത്തല പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതൊന്നും ചെയ്യാൻ പറ്റാതെ വെറുതെ ഈ പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ട് ഈ ഗീർവാണങ്ങൾ തള്ളിയതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ RJD ആയിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ, ഈ രാഹുൽ പറഞ്ഞ വിഷയത്തെ ഏറ്റെടുക്കാൻ അവർ പോലും തയ്യാറായോ? അഭിലാഷ് ഏറ്റെടുത്തിട്ടുണ്ട്, ശരിയാ, പക്ഷെ അവർ തയ്യാറായിട്ടുണ്ട്. ഇവരുടെ കൂടക്കുന്നവര് ആരും തയ്യാറായിട്ടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് അത് ഏറ്റുപിടിച്ച ആരുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇതുപോലെയുള്ള തട്ടിപ്പുകൾ, ഇതുപോലെയുള്ള നുണക്കച്ചകൾ, ഇതേപോലെ നുണപ്രചരണങ്ങൾ, ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള രീതിയിലേക്ക് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലികളെ കൃത്യമായി ഇവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ പുറങ്കാലോണ്ട് അടിച്ചെന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും. അപ്പൊ BJP ജയിക്കുന്നതിലും BJP കൃത്യമായി ജനങ്ങൾ അംഗീകരിക്കുന്നതിലും നിങ്ങൾക്ക് വിഷമുണ്ടായിട്ട് കാര്യമില്ല. 2 കാര്യത്തിനും വരുന്നില്ല. പക്ഷേ ഒന്ന് കുശുമനും വരുന്നില്ല, 2 കഷണ്ടിക്കും വരുന്നില്ല. നമ്മൾ പണ്ട് നാടൻ കാരണന്മാർ പറയും. അതേപോലെ നിങ്ങൾ ഇതിനെ കുറിച്ച് വിചാരിച്ചിട്ട് കാര്യമില്ല. പര്യായക്ക് പണിയെടുത്ത് നിങ്ങളുടെ സംവിധാനങ്ങൾ കൃത്യമാക്കുക. നിങ്ങൾ BJPന്റെ ഓഫീസിലേക്ക് നോക്കി BJPക്കാർ എങ്ങനെ ജയിക്കുന്നു നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അവനവന്റെ പ്രവർത്തനങ്ങൾ അവനവന്റെ നേതാക്കന്മാരെ കൃത്യമാക്കി പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളുകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്തുകൊണ്ടാണ് തോൽക്കാനുണ്ടായ കാരണം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കോ, അതൊന്നും ആർക്കും വിരോധമില്ല. പക്ഷേ തോൽക്കുന്ന സമയത്ത് മെഷീന്റെ കുഴപ്പമാണ്, ഇലക്ഷൻ കമ്മീഷന്റെ കുഴപ്പമാണ്, ഞങ്ങളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങൾ വെള്ളത്തിൽ ചാടിയിട്ടും വഞ്ചിന്ന് കുളത്തിൽ ചാടിയിട്ടും കടന്നിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ കൊണ്ടു കൊടുക്കണം. കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അന്നം, വെള്ളം, വെളിച്ചം, റോഡ്, തോട്, പാലം ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുമ്പോൾ അവർ ആ കൊടുത്തവർക്ക് വോട്ട് ചെയ്യും. അതിന്റെ പേര് BJP ജയിച്ചു. അപ്പോഴേ വളരെ സിമ്പിൾ ആണ്. വേറെ എന്താ ഇതിനകത്തുള്ള? ശരി, ശ്രീ ലിജു എന്താ പറയാൻ വന്നത് പറഞ്ഞോളൂ. സമയം നമ്മൾ അവസാനിക്കുകയാണ്. അല്ല, ഞാൻ BJP വക്താവിൻ്റെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. ചുമ്മാ വെറുതെ ഒരു തിരക്കഥ പോലെ എന്തെങ്കിലും പറയുന്നതിനപ്പുറത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായ മറുപടി ഉണ്ടോ? ഇതാണ് ഇവരുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജി. ഇതാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇതേ ഭാഷയിലാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സംഭാഷണവും ജ്ഞാനേഷ് കുമാറിന്റെ സംഭാഷണവും ഒരുപോലെ. താങ്കൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ താങ്കൾ പറഞ്ഞ വാചാടോപത്തെ കേട്ടോണ്ടിരിക്കുകയല്ലായിരുന്നു. വെറുതെ ഒരേ വാക്കുകൾ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ഇത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനങ്ങളും ഓരോ BJP വക്താവിന്റെ ഇത്തരം മാധ്യമ ചർച്ച ഉൾപ്പെടെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരു വ്യത്യാസവും കാണില്ല.
നിങ്ങൾ BLA പോയി പണിയെടുക്കൂ. വോട്ടർ പട്ടികത്തിൽ ഞങ്ങളുടെ കുഴപ്പമാണോ? നിങ്ങൾ അന്വേഷിക്കണം. ഇതുപോലെയുള്ള തർക്കുത്തരങ്ങൾക്കപ്പുറത്ത് ഇലക്ഷൻ കമ്മീഷനും മറുപടിയില്ല, ഇവർക്ക് മറുപടിയില്ല. ഡേറ്റ വെച്ച് വസ്തുതകൾ വെച്ച് സംസാരിക്കാൻ ഇവരെല്ലാം തയ്യാറുണ്ടോ? കൃത്രിമ വോട്ടർമാരെങ്ങനെ വന്നു? ഇരട്ട വോട്ടർമാരെങ്ങനെ വന്നു? എന്തുകൊണ്ട് ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് CCTV വിഷൻസ് കൊടുക്കുന്നില്ല? ശരി. നമുക്ക് സമയം അവസാനിച്ചു. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാവും. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.